വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ദാസേട്ടനും ഭാഗ്യ ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വിഭവമാണെന്ന് തോന്നുന്നത്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഭാഗ്യ ചേച്ചി, എന്താണെന്ന്? ഇന്ന് മുരിങ്ങക്കായ മുളകിട്ടത്. മുരിങ്ങക്കായോടെ മുരിങ്ങക്കായ കൊണ്ടുവരുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് പോയി വെച്ചിട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഫാം ഫ്രഷ് ആണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫാം ഫ്രഷ് ആണ് മുരിങ്ങക്കായ. കാരണം ഞാൻ മുരിങ്ങക്കായ ഇല്ലല്ലോ, മുരിങ്ങക്കായ കൊണ്ടുവരുന്നേ ഉള്ളൂ. ശരി ശരി. അപ്പൊ മുരിങ്ങക്കായ വന്നിട്ട് പരിചയപ്പെടുത്തിയ പോലെ അല്ല, പരിചയപ്പെടുത്താം. അല്ല, മുരിങ്ങക്കായ വന്നിട്ട് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് മുരിങ്ങക്കായ വെച്ചിട്ട് പോലെ. ശരി. ആവശ്യത്തിലേറെ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്. നമുക്കിപ്പോ ഇത് മതി. ഇനി നമുക്ക് പാടി പോവാം. ഫ്രഷ് മുരിങ്ങക്കായ. മുരിങ്ങക്കായ ഒരു ചുമണ്ടല്ലോ അല്ലേ? അതെ അതെ, മുരിങ്ങക്കായ നല്ലോണമുണ്ട്. കടയിൽ നിന്ന് വാങ്ങി വരണ്ട്. അല്ലല്ല, നമ്മള് ഫ്രഷ് ആയിട്ട് നമ്മളെ കടന്ന് വാങ്ങിയാലോ? കണ്ട കടന്ന് വാങ്ങി മാരില്ലേ പറയാം. ഒരു പഴക്കം കാണും. അതെ, ഓക്കെ ശരി. അയ്യോ തന്നെ പറയാ. അപ്പൊ ഇന്നാണ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താലോ? പരിചയപ്പെടുത്താനില്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. കോമൺ കറിയാണ്. മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, വലിയ ഉള്ളി, വെളിച്ചെണ്ണ, കടുക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മുരിങ്ങക്കായ മുളകിട്ടതിന് വേണ്ടത്. മുരിങ്ങക്കായ മുളകിട്ടത് വളരെ 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 കോമൺ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണത്. എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയാണ്. സദ്യക്ക് ഒരു 100 കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് മുരിങ്ങക്കായ തൊലി കളഞ്ഞ് കട്ട് ചെയ്യാം. ഞാനൊരു 6 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ അവിടെ മുറിച്ച് കഴിയാറായി. മുരിങ്ങക്കായ മുറിച്ച് കഴിഞ്ഞു. ഇനി വലിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തു. ഇനി ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്യാം. വലിയ ഉള്ളി, ചെറിയ ഉള്ളി എല്ലാം കട്ട് ചെയ്തു. ഇനി വെളുത്തുള്ളി അത് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. മുരിങ്ങക്കായ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓൺ ആക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. എണ്ണ ചൂടാവുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് വെക്കാം. കടുകൊക്കെ നമ്മുടെ പൊട്ടിയിട്ടുണ്ട്. എനിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം.
നമുക്ക് ചെറിയ ഉള്ളി അതും ചേർക്കുന്നുണ്ട്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതില് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ, നന്നായി നടക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുരിങ്ങക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച മുരിങ്ങക്കായാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്കായ വേവണ പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരുവിധം 3/4 വേവ് ആയിട്ടുണ്ട്. 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാം. നമുക്ക് കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. മുരിങ്ങക്കായ എല്ലാം നന്നായി വെന്തു. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യും. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണം. ചടങ്ങ് മാത്രം. ക്യാമറ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന നമ്മുടെ ഈ ചെറിയ ബ്ലോഗില് മുരിങ്ങക്കായ മുളകിട്ടത് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അതിന്റെ അറേഞ്ച്മെന്റ് ആണ്. കാര്യമായിട്ടൊരു അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല. എന്നാലും നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കാം. ടേസ്റ്റ് ചെയ്താ മുരിങ്ങക്കായ് മുളകിട്ടത്. മുരിങ്ങക്കായ് മുളകിട്ടത് നല്ല എരുണ്ട്. മുളകിട്ടത് പറയുമ്പോ നല്ല എരുണ്ടാവും അല്ലേ? സംഭവം അടിപൊളിയാണ്. ഇപ്പൊക്കെ നന്നായി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റില്ല. ചോറിലൊക്കെ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ തിന്നാൻ അത്രക്കൊരു ആംഗിൾ കിട്ടില്ല. ചോറിന്റെ കൂടെ കഴിക്കണം. എന്നാലേ അതിന്റെ ഒരു ഇതുള്ളൂ. അതായത് നമുക്കൊരു 5-6 വെറുതെ തിന്നാം. അത് മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി കിട്ടും. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ് മുളകിലിട്ടത് ഇതിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.